ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്ക് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്ക് ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം 182 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയായി അപേക്ഷിക്കാം. ഈ ജോലിക്ക് തപാൽ വഴിയായി 3 ഓഗസ്റ്റ് 2024 മുതൽ 2024 സെപ്റ്റംബർ 1 വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട തീയതികൾ. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 3 ഓഗസ്റ്റ് 2024. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 1 ഇതിനു മുമ്പായി നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ എയർഫോഴ്സ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ്, നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്. ഒഴിവുകളുടെ എണ്ണം 182. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 9300 സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും. പിന്നീട് 34800 വരെ കൂടുതലായി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപേക്ഷിക്കേണ്ടത് തപാൽ വഴിയാണ്. അപേക്ഷ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 3, 2024. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 1 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഓരോ പോസ്റ്റിലേക്കുമുള്ള വാക്കൻസികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് 157 പോസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ്, ഹിന്ദി ടൈപ്പിസ്റ്റ് 18 പോസ്റ്റാണുള്ളത്. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് 7 പോസ്റ്റാണ് ഉള്ളത്. ഇങ്ങനെ 182 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാവരും വാക്കൻസി നോക്കി അപ്ലൈ ചെയ്യാതിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. വാക്കൻസി നോക്കേണ്ടതില്ല. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാം. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഏജ് റിലാക്സേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് പറയുന്നത്. SC ST കാൻഡിഡേറ്റ്സ് 5 years, OBC കാൻഡിഡേറ്റ്സ് 3 years, PWBD EWS കാൻഡിഡേറ്റ്സ് 10 years, PWB കാൻഡിഡേറ്റ്സ് 15 years, PWBD കാൻഡിഡേറ്റ്സ് 13 years. ഇത്രയും കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, LDC, ഹിന്ദി ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. +2 പാസ് വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മാർട്ടിക്കുലർ ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ദാറ്റ് മീൻസ് അംഗീകൃത ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത വേണമെന്ന് പറയുന്നുണ്ട്. മസ്റ്റ് ബി ഹോൾഡിംഗ് എ വാലിഡ് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾ LMV ആൻഡ് ഹെവി വെഹിക്കിൾ HMV. സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. മസ്റ്റ് പോസസ് പ്രൊഫഷണൽ സ്കിൽ ഇൻ ഡ്രൈവിംഗ് ആൻഡ് ബേസിക് നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം. ഡ്രൈവിങ്ങിൽ മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ചിട്ട് ഒരടിസ്ഥാന അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മിനിമം 2 years എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾസ്. മോട്ടോർ വാഹനം ഓടിക്കുന്നതിൽ കുറഞ്ഞത് 2 വർഷം എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്ക് ജോലി അപേക്ഷാ ഫീസ്. ഇന്ത്യൻ എയർഫോഴ്സ് 182 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസോടു കൂടി ഉദ്യോഗാർത്ഥികൾ നൽകണം. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്ക്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണമടയ്ക്കാം. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. നെക്സ്റ്റ്, ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ളത്, ഈ കാറ്റഗറിയിൽ പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. OBC നിൽ, SC ST EWS ഫീമെയിൽ നിൽ, PWBD നിൽ. ഇതിൽ കൊടുത്ത കാറ്റഗറിയിൽ പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കി നിങ്ങൾ വേണം അപ്ലൈ ചെയ്യാൻ. വാക്കൻസികളൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. 152 വാക്കൻസി ഉള്ളൂ എന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്